വർത്തമാനകാലത്തിൽ എഴുത്തുകാർ പക്ഷം ചേരാതെ നിൽക്കണമെന്നൊക്കെ ചിലർ വാദിക്കുന്നുണ്ട്. അങ്ങനെയാണോ വേണ്ടത്? നമ്മുടെ കൺമുന്നിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? ഡോക്ടർ നരേന്ദ്ര ദാബോൽക്കറും ഗോവിന്ദ് പൻസാരെയും ഡോക്ടർ കൽബുർഗിയും ഗൗരി ലങ്കേഷും ഒക്കെ ഒരേ രീതിയിൽ വെടിയേറ്റ് പിടഞ്ഞു വീണ് മരിക്കുന്നു. എന്താണ് ഇവരൊക്കെ ചെയ്ത കുറ്റം? പേനയല്ലാതെ ആയുധമെടുത്തവരല്ല ഇവരൊന്നും. മതനിരപേക്ഷമായ മനുഷ്യ ഐക്യത്തിനു വേണ്ടി എഴുതിയവർ, പ്രസംഗിച്ചവർ, അതിൽ അസഹിഷ്ണുതയുള്ളവരാണ് ഈ എഴുത്തുകാരുടെ ജീവനെടുത്തത്. വംശീയതയുടെ പേരിൽ കുട്ടികളെ കൊല്ലുന്നു, എഴുത്തുകാരെ കൊല്ലുന്നു, എഴുത്തുകാരെ ഭീഷണിപ്പെടുത്തി പേന താഴെ വെപ്പിക്കുന്നു, പുസ്തകങ്ങൾ പോലും നിരോധിക്കപ്പെടുന്നു. അസഹിഷ്ണുത ഇത്ര ഭീകരമായി അഭിപ്രായ സ്വാതന്ത്ര്യത്തെ, എഴുത്തിനുള്ള സ്വാതന്ത്ര്യത്തെ ഞെരിച്ചമർത്തിയ മറ്റൊരു ഘട്ടമില്ല. ഇത്തരമൊരു അവസ്ഥയുണ്ടാകുമ്പോഴും നിഷ്പക്ഷരാണ് തങ്ങൾ എന്ന് പറഞ്ഞാലോ? അതുകൊണ്ടാണ് എഴുത്തുകാരാ നിങ്ങൾ ഏത് ചേരിയിൽ എന്ന മാക്സിം ഗോർക്കിയുടെ പഴയ ചോദ്യത്തിന് ഇന്നും പ്രസക്തിയുണ്ട് എന്ന് വരുന്നത്. തൻ്റെ കവിത എന്തുകൊണ്ട് പൂക്കളെയും മനോഹരമായ പർവ്വതങ്ങളെയും കുറിച്ച് സംസാരിക്കുന്നില്ല എന്ന് ചോദിച്ചവരോട് പാബ്ലോ നെരൂദ പറഞ്ഞൊരു മറുപടിയുണ്ട്. വരൂ, ഈ തെരുവുകളിലെ രക്തം കാണും എന്നാണ് അദ്ദേഹം എഴുതിയത്. സമൂഹത്തിന് വേണ്ടി എഴുതിയാൽ, സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന കൃതികൾ എഴുതിയാൽ, എഴുതുന്നതിൽ രാഷ്ട്രീയമുണ്ടായിപ്പോയാൽ സാഹിത്യഭംഗിക്ക് എന്തെങ്കിലും കോട്ടമുണ്ടായിപ്പോകുമോ എന്ന് ശങ്കിക്കുന്നവർക്കുള്ള മറുപടിയാണ് പാബ്ലോ നെരൂദയുടെ ജീവിതവും കവിതകളും.